ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുകയാണ്. ഇന്ന് പകലും അനേക പാപികൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വിടുവിക്കപ്പെടുകയാണ്. അനേക ജീവിതങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടിയ പാപികൾ മനസ്സാന്തരത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾ മടങ്ങി വരികയാണ്. തകർന്നു കിടക്കുന്ന കുടുംബജീവിതങ്ങൾ പണിയപ്പെടുകയാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ ദൈവം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ പാപം അത് എത്ര വലിയതായിരുന്നാലും കടും ചുവപ്പായിരുന്നാലും ദൈവം അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ മതി. യേശുക്രിസ്തു എങ്ങനെയാണ് പാപം മോചിച്ചത്? തൻ്റെ വാക്കുകൊണ്ട് ആണ് ദൈവം ആകാശത്തെയും ഭൂമിയൊക്കെ സൃഷ്ടിച്ചത്, അതിലെ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാക്കിന് ശക്തിയുണ്ട്. എന്നാൽ യേശുക്രിസ്തു നമ്മുടെ പാപം മോചിച്ചത് ഒരു വാക്കു പറഞ്ഞുകൊണ്ടല്ല. പാപത്തിനൊരു ശിക്ഷയുണ്ട്, പാപത്തിന് ശമ്പളമുണ്ട്. വചനം പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അതെ, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തു പാപം മോചിച്ചത് നമ്മുടെ പാപത്തെ തൻ്റെ ചുമലിൽ വഹിച്ചുകൊണ്ട്, നമ്മുടെ പാപത്തിന് നമുക്ക് കിട്ടേണ്ട ശിക്ഷാവിധിയായ മരണത്തെ തൻ്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് യേശു മരിച്ചത്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇത് സത്യമാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. നീചമായ ഒരു മരണം, നമ്മുടെ പാപം ചുമന്നുകൊണ്ടുള്ളൊരു മരണം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അങ്ങനെയാണ് യേശു നമ്മെ രക്ഷിച്ചത്. വിശ്വസിക്കുന്നവർ വിടുവിക്കപ്പെടുകയാണ്. വിശ്വസിക്കുന്നവരകത്ത് രൂപാന്തരങ്ങൾ സംഭവിക്കുകയാണ്, മാറ്റങ്ങൾ സംഭവിക്കുകയാണ്, പാപബോധം വെളിപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന് മാത്രമേ നമ്മുടെ പാപം മോചിക്കുവാൻ കഴിയുകയുള്ളൂ. യേശുക്രിസ്തു മരിച്ചത് പാപനിമിത്തമാണ്, നമ്മുടെ പാപനിമിത്തമാണ്. എന്നാൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് പാപത്തെയും മരണത്തെയും കീഴടക്കിക്കൊണ്ടാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തിരുവചനം നൽകുന്നൊരു സന്ദേശമുണ്ട്. ഈ മരണമേ നിൻ്റെ ജയമെവിടെ? ഹേ പാതാളമേ നിൻ്റെ ജയമെവിടെ? മരണത്തെ ജയിച്ചുകൊണ്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇന്ന് പകൽ വിടുതലുണ്ട്. നിങ്ങൾ അകന്ന് പോകേണ്ടവരല്ല, നിങ്ങൾ അടുത്തു വരേണ്ടവരാണ്. ദൈവം അടുത്തു വന്നിരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും അകന്നു പോകാൻ ദൈവം സമ്മതിക്കില്ല. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ അത്രേ ദൈവോത്തരൻ വന്നത്. പ്രിയപ്പെട്ടവരെ, അവൻ നിങ്ങളെ തിരിച്ചു പിടിക്കുന്ന പകലാണ്, നിങ്ങളെ ശുദ്ധീകരിക്കുന്ന പകലാണ്, നിങ്ങളെ സഹായിക്കുന്ന പകലാണ്. നിങ്ങൾ അധൈര്യപ്പെടേണ്ട, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഇന്ന് പകൽ എത്ര പേർ പ്രാർത്ഥിക്കും? എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ഇന്ന് പകൽ എത്ര പേർ പ്രാർത്ഥിക്കും? പ്രിയപ്പെട്ടവർ, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മക്കളാണ്. അങ്ങനെ ഒരു അധികാരമാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ മക്കളാകുവാൻ. അതെ, നിങ്ങളുടെ പാപം മോചിക്കപ്പെടുമ്പോൾ നിങ്ങൾ തേജസ്കരിക്കപ്പെടുകയാണ്. നഷ്ടപ്പെട്ടു പോയ ദൈവിക ബന്ധത്തിലേക്കും പുത്രത്വത്തിലേക്കും നിങ്ങൾ മടങ്ങി വരികയാണ്. വിശ്വസിക്കുക, യേശുക്രിസ്തുവിനെ നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയും. യേശുക്രിസ്തു മാത്രമാണ് ലോകരക്ഷകൻ. വിശ്വസിക്കുക, വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.